നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലത് നല്ലതെന്ന് തന്നെ പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കീറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്തിനാ ഗുണ്ടായിസാണ് കാണിക്കുന്നത്. ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്രയോ പേര് മൊത്തം ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. പടം നല്ല പടം, കുട്ടികൾക്കുള്ള പടം നല്ല പടം. 3D എഫക്ട്സ് കാരണം എന്തറിയാവോ, ഒരു 47 പേർ ചിരിയുന്നില്ല. ഇവർക്ക് എന്താ വിമർശിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ കാണിച്ചു കേട്ടാ പേടിച്ച് പിന്മാറുന്നത്. നമ്മളെ വിമർശനം രണ്ട് രീതിയിലാണ്. ഒന്നെന്നറിയാവോ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം, മലയാള സിനിമയിൽ 47 വർഷം കൊണ്ട് ഒരു വില്ലനായി 47 വർഷം കൊണ്ട് ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ വന്ന് മലയാള സിനിമയെ മാറ്റിമറിച്ച മഹാനടനായി മാറിയ മോഹൻലാൽ, അദ്ദേഹം ഒരു നടനാണ്. ശ്രദ്ധിച്ചു, ഇവർ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇവർ നിങ്ങൾ കാണിക്കണം. കാരണം എന്നറിയാവോ, വിമർശിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. ഞങ്ങൾ പറയുന്നത് ഇത് കുട്ടികൾക്കുള്ള സിനിമയാണ്, ഇത് കുട്ടികൾ കാണേണ്ട സിനിമയാണ്. കാരണം 3D എഫക്ട്സ് നമ്മൾ ചിന്തിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ ഒരു കാര്യം, മലയാള സിനിമയിലെ മഹാനടൻ വില്ലനായി വന്നു, നടനായി മാറി, പാട്ടുകാരനായി മാറി, നിർമ്മാതാവായി മാറി, ഇപ്പോൾ ഇതാ ഒടുവിൽ സംവിധായകൻ. ആ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു 3D സിനിമ. ആ 3D സിനിമയ്ക്ക് ആ സിനിമ കാണാൻ വേണ്ടി വന്ന് വിമർശിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു ബാക്കിയുള്ളവരൊക്കെ പറയട്ടെ. നമ്മുടെ തിയേറ്ററിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ വന്നതാണ്. വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഗുണ്ടകൾ വന്ന് നമ്മളെ അടിക്കാനും പിടിക്കാനും വരികയും എൻ്റെ കോസ്റ്റ്യൂം വലിച്ചു കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ലാലേട്ടൻ വല്ല കാണുന്നുണ്ടോ? ആരും കാണുന്നില്ലല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കും റിവ്യൂ കൊടുത്തില്ല. നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലത് നല്ലതെന്ന് തന്നെ പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കീറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്തിനാ ഗുണ്ടായിസാണ് കാണിക്കുന്നത്. ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്രയോ പേര് മൊത്തം ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ അത് എങ്ങനെ കൊടുക്കണം? കാര്യം നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ എന്തോ എങ്ങനെ ആയിക്കോട്ടെ, അതല്ല നമ്മളൊരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അത് ലാലേട്ടനല്ല, മമ്മൂക്കയല്ല, യാതൊരു നടനായിരുന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, വെറും തൂതറ പടം, വെറും കോമാളി പടം. കഥ നല്ലതാണ്, ഇഷ്ടപ്പെട്ട പാട്ട് നല്ലതാണ്. അനുഭവമായിട്ട് അഭിനയം വളരെ മോശം. വെറും തൂതറ പടം, ഒരു സമയം കളയല്ലോ നിങ്ങൾ. തൂതറ പടം തിയേറ്ററിൽ ഓൾറെഡി വന്നെന്ന്, എന്നിട്ടാ പലയിടത്തിരുന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിരങ്ങുവാ. ഇപ്പൊ പിള്ളേർക്ക് പണി ഉറപ്പാ കേട്ടോ. സ്കൂളും തുറന്നോട്ടെ. ഒരു ഗ്യാങ്ങിനെ കൊണ്ട് ലുലുമോളിൽ പോകുന്നതിന് പകരം ബറോസിനെ കാണിക്കാൻ കൊണ്ടുപോയിട്ട് ഈ നശിച്ച പടമൊക്കെ കാണിപ്പിച്ച് പിള്ളേരെ ബോറടിപ്പിച്ച് ഒരു വർഷം കളയും. പിള്ളേരുടെ ഒരു അധ്യയന വർഷം മിക്കവാറും നശിപ്പിക്കുമാര്. ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് കൊച്ചി, ഉറപ്പാ. ഒരു സംശയം. ചാരിറ്റി എല്ലാം ചെയ്യുന്നുണ്ടോടെ? നാളെ രാവിലെ ഒരു ചാരിറ്റി അങ്ങോട്ട് ചെയ്യും. കൊച്ചു പിള്ളേർക്ക് വല്ല ചാരിറ്റി, അപ്പൊ കുറച്ചുപേർ അറിയും. ഏതായാലും PR വർക്ക് ഒരു രക്ഷയില്ല. ഈ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല വിജയം കൊണ്ട്. ബറോസ് പടത്തിന്റെ റിവ്യൂ പറയുന്നവർക്കെതിരെ കയ്യേറ്റങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതായത് ഇപ്പൊ ഒരു അഭിപ്രായം പറയുന്നവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി റിവ്യൂ പറയുന്നവരൊക്കെ ഒന്ന് പേടിച്ചും കണ്ടൊക്കെ റിവ്യൂ പറയാൻ ശ്രമിക്കുക. കാര്യം എവിടെ നിന്നാണ് അടി കിട്ടുക, എവിടെ നിന്നാണ് ഇത് കിട്ടുക, ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഈ റിവ്യൂ നമ്മളിപ്പോ തിയേറ്ററിനകത്താണെങ്കിലും തിയേറ്ററിനകത്ത് ഇറങ്ങി വരുമ്പോഴത്തേക്കും മൈക്ക് കൊണ്ട് വരുമ്പോഴത്തേക്കും പറ്റൂല റിവ്യൂ പറയാമെന്ന് പറയാം. കാര്യം എന്താണ്, റിവ്യൂ എങ്ങനെ സപ്പോസ് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വണ്ടിക്കാണല്ലോ പോകുന്നത്, ചിലപ്പോൾ അതൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റി തരും. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. ഇപ്പൊ റിവ്യൂ പറയുന്നവരുടെ അവസ്ഥ എന്താണ്? കാര്യം എന്ത് അവസ്ഥയുള്ളേ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പം മാക്സിമം എല്ലാവരും റിവ്യൂ പറയാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ബറോസിനെ പറ്റിയൊക്കെ എല്ലാവരും അത്യാവശ്യം നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഭൂരിഭാഗം ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പടം ബറോസ് ഇപ്പൊ ഒരു കുട്ടികളുടെ പടമാണ്. ഒന്നും പറഞ്ഞ് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ കയറാൻ പറ്റുക, വലിയ മുതിർന്നവർക്ക് കയറാൻ പറ്റും. അപ്പൊ അവർ കയറും, കണ്ടിട്ട് അഭിപ്രായം പറയുക തന്നെ ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ ആരാണ് അവരെ കയ്യേറ്റം ചെയ്യാനും അതേപോലെ അവരോട് റിവ്യൂ പറയരുതെന്ന് പറയാനായിട്ടൊക്കെ നിങ്ങൾ ആരാണ്? എനിക്ക് അതാണ് ഈ ഇപ്പൊ ഇതിന്റെ അടിയിലൊക്കെ ഈ ഇപ്പൊ ഓരോരുത്തരെ തെറി വിളിക്കുന്നതും അതേപോലെ തന്നെ അവരെ കയ്യേറ്റം ചെയ്യുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു നിയമം ഉള്ളിടത്തോളം കാലം അവര് പറയുക തന്നെ ചെയ്യും. ഇപ്പൊ എനിക്ക് അത്രയും ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാൻ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ